ഈ കാള PT ഉഷ ഓടുന്നത് പോലെ ഓടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രസിദ്ധനായിരുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ജോസ് കാരയ്ക്കൽ അവറുകൾ പറഞ്ഞ ഒരു ഉദാഹരണം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഈ അറവുമാടുകളെ, കാളകളെ വണ്ടിയിൽ കൊണ്ടുവരാതെ വഴിയിലൂടെ അടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച. അപ്പോൾ 10-40 കാളകളെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നത് വഴിനീളെ റോഡിലൂടെ നടത്തിക്കൊണ്ടാണ്. ഒരാളതിനെ കമ്പ് കൊണ്ടോ ചാട്ട കൊണ്ടോ അടിച്ച് ഇങ്ങനെ സാവധാനത്തിൽ നടത്തിക്കൊണ്ടുവരും. അങ്ങനെ കിലോമീറ്ററുകൾ ഇങ്ങനെ നടന്ന് വരുന്നതാകൊണ്ട് ഈ നടത്തിക്കൊണ്ട് വരുന്നവർ ഈ ചില കണ്ടങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ചില പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരല്പസമയം വിശ്രമിക്കാൻ ഈ കാളകളെല്ലാം ഇവിടേക്ക് ഇറക്കും, കൃഷിയില്ലാത്ത കണ്ടങ്ങളിൽ. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ട് ഇതിങ്ങനെ തിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ അവിടെ നിന്ന് കഴിയുമ്പോൾ ഈ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞ് ഇതിനെല്ലാം അടിച്ച് റോഡിൽ കയറ്റും. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ മുകളിലേക്ക് അദ്ദേഹം കയറ്റുമ്പോൾ ചില വിരുദ്ധന്മാർ ഈ കണ്ടത്തിൽ തന്നെ നിൽക്കും, അവിടെ അങ്ങ് കിടക്കും, എഴുന്നേക്കുകയില്ല. ഈ മനുഷ്യൻ ചെന്നിട്ട് ഈ വാലയെ പിടിച്ച് വലിച്ചു നോക്കുന്നു, കൊമ്പ് പിടിച്ച് കുലുക്കി നോക്കുന്നു, ചെവി പിടിച്ച് തിരിച്ചു നോക്കുന്നു, എന്തെല്ലാം ചെയ്തിട്ടും ഞാൻ എഴുന്നേക്കുകയില്ലെന്നുള്ള മട്ടിൽ അതുങ്ങൾ അവിടെ കിടക്കും. ചിലത് ഇയാൾ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇതിനെ എന്തെല്ലാം ചെയ്തിട്ടും ഇടിച്ചു നോക്കിയിട്ടും ഒന്നും എഴുന്നേക്കാത്തത് കൊണ്ട് ഇയാൾ അവിടെ എവിടെയെങ്കിലും ഒരു കടയിലേക്ക് ചെന്ന് അവിടുന്ന് ചില കാന്താരിമുളക് മേടിക്കും. ഈ കാന്താരിമുളക് മേടിച്ച് കയ്യിൽ വെച്ച് അത് ഉടച്ചിട്ട് ഈ കിടക്കുന്ന ഈ കാളയുടെ അടുക്കലേക്ക് വന്നിട്ട് ഇതിൻ്റെ കണ്ണിലേക്ക് ഈ കാന്താരിമുളക് തൂത്തു കൊടുക്കും. അയ്യോ, പാസ്റ്റർ ജോസ് കാരയ്ക്കലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാള PT ഉഷ ഓടുന്നത് പോലെ ഓടാൻ തുടങ്ങും. അപ്പോൾ ഈ സന്ദേശത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം പറഞ്ഞതും കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയട്ടെ. ഈ കാളയെ എന്തുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ചെയ്തു? ഇതിനെ വില കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് വഴിയിൽ കളഞ്ഞേച്ച് പോകാൻ ഒക്കുകയില്ല. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് തൻ്റെ ചങ്കിലെ ചോര കൊടുത്താണ്. അപ്പോൾ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് അങ്ങനെ വഴിയിലോട്ട് കളഞ്ഞേച്ചോട്ട് പോകാനും പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ചില ആളുകളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നോക്കിയാൽ ഈ പരുവത്തിൽ നമ്മളെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കാനും പറ്റുകയില്ല, എന്നാൽ ദൈവത്തിനൊട്ട് നമ്മെ ഉപേക്ഷിച്ച് കളയാനും പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ ദൈവം നിർബന്ധിതനാകും എന്തിന്? ശിക്ഷിക്കാൻ. അപ്പോൾ അദ്ദേഹം ആ സന്ദേശത്തിൽ പറഞ്ഞതിൻ്റെ അതേ ഭാഷയിൽ ഞാനൊന്ന് പറയട്ടെ, ദൈവത്തെ കൊണ്ട് വെറുതെ മുളക് ഞെരടിക്കരുത്. അപ്പോൾ ദൈവം തമ്പുരാന് നമ്മളെ ഇങ്ങനെ അടിക്കണമെന്നോ ഇടിക്കണമെന്നോ നിർബന്ധമില്ല. പക്ഷേ ചിലർ ശിക്ഷിക്കപ്പെട്ടാലേ നന്നാകൂ എന്ന് തീരുമാനിച്ചാൽ ദൈവം എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ഉപദേശിച്ച് നോക്കും. ദീർഘക്ഷമയുള്ള കർത്താവായതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മൾ അറിയിക്കും. എന്നാൽ ചിലരെന്ത് ചെയ്യും? മറുത്ത് മത്സരിച്ച് തന്നെ നിൽക്കും. ഒരു തരത്തിലും മാനസാന്തരപ്പെടുകയില്ല, വചനത്തിന് വിരുദ്ധമായ നിലകളിൽ ജീവിതം മുന്നോട്ട് നയിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വിരുദ്ധന്മാരെ ദൈവം തമ്പുരാന് ശിക്ഷിക്കാനേ പറ്റൂ. അത്ര ദൈവത്തിന് നന്നാക്കാൻ പറ്റാത്ത ആളുകളെ മാത്രമേ ദൈവം വിട്ടുകളയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ശിക്ഷിച്ച് നന്നാക്കാൻ നോക്കും. വെറുതെ എന്തിനാ ദൈവം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ മേടിച്ച് നന്നാകാനിരിക്കുന്നത്? അതിനു മുൻപേ അങ്ങ് കീഴടങ്ങുന്നതല്ലേ ഏറ്റവും നല്ലത്. പ്രിയരെ, കർത്താവ് നമ്മെ വില കൊടുത്ത് വാങ്ങിയതാണ്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മെ തള്ളിക്കളയാൻ കർത്താവിന് പ്ലാൻ ഇല്ല. പക്ഷേ ശിക്ഷിക്കപ്പെട്ടാലേ നാം നന്നാവുമെന്ന് ചിന്തിച്ചാൽ ദൈവം തമ്പുരാൻ ശിക്ഷിക്കുവാൻ നിർബന്ധിതനാകും. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. അവിടുത്തെ സന്നിധിയിൽ നാം ഓരോരുത്തരും കാണപ്പെടണം. ആരും കൈവിടപ്പെട്ടു പോകാതെ നിത്യതയിൽ കാണണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടവും. ആകയാൽ ആ ഇഷ്ടത്തിനനുസൃതമായി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.